I hope you are doing well and staying safe. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചപ്പെണ്ണി പോയി അതെൻ്റെ അനിയത്തിയാണ് പാറു. അപ്പം ഇന്നത്തെ വീഡിയോ വന്ന് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ്. പിഗ്മെൻറ്റേഷൻ കാരണം ബുദ്ധിമുട്ടുന്ന കുറേ പേര് കാണും. സോ ഈ ഫോട്ടോയിലുള്ള പോലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടോ? ഈ മൂക്കിൻ്റെ ചുറ്റിനും മൂക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ നെറ്റി ഭാഗം, അവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ വരുന്ന സാധാരണ പിഗ്മെൻറ്റേഷൻ വരുന്ന ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും. സോ അതിനുള്ള ഒരു സൊല്യൂഷനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം. അതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോയിൽ ഞാൻ വേറെ കുറേ ടിപ്സൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ട പച്ചരിയാണ്. അത് ജസ്റ്റ് ഒന്ന് വാഷാക്കി പാനിലോട്ടിട്ട് ഒരു 5 to 10 minutes ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്കിനും അതിൻ്റെ കളറ് മാറി ഗോൾഡൻ ബ്രൗൺ ഒരു കളറാവും. കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി അല്ലേ ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. തേൻ വെച്ച് നമ്മുടെ പിഗ്മെൻറ്റഡ് ഏരിയാസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചതാണ്ട് ഇതുപോലായി വരുമ്പോഴത്തേക്കും അതൊരു കട്ടിയായിരിക്കും. സോ അത് നമ്മളൊന്ന് സ്മൂത്താക്കി എടുക്കണം. ഇതേപോലെ സ്മൂത്താക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തിളപ്പിച്ച് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിൻ്റെ കൂടെ പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പോലെ ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇത് മഞ്ഞളാണ്. പക്ഷേ മഞ്ഞൾ 2 സ്പൂൺ ഉണ്ട്. പക്ഷേ ഇത് കളർ ഇതിനകത്ത് കുറച്ച് ഡാർക്കായിട്ടിരിക്കും. ശരിക്കും മഞ്ഞളാണ്. മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യും. നാരങ്ങ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. നാരങ്ങ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയും ചേർക്കാം. എന്നിട്ട് അരിപ്പൊടി ആണെങ്കിൽ ഈ കാപ്പിയുടെ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഏറെ വേണം അത് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് മൂക്കിൻ്റെ ആ സൈഡും പിന്നെ ചുണ്ടിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം, തേനിൻ്റെ അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ സ്ക്രബ് ഇത് ഉറപ്പായിട്ടും ചെയ്യണം. അത് ചെയ്യുന്നതോടെ നമ്മുടെ പോർസ് ക്ലീൻ ആകുമ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യത കുറയും. ഓക്കെ, സോ ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പോയിട്ട് വാഷ് ആക്കിയിട്ട് വരാം. ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ ഇതൊന്ന് വലിയും, അതുവരെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പോയിട്ട് വാഷ് ആക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തുടച്ച് കാണിക്കാം. ഇപ്പം നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് ഗ്ലോ കിട്ടുന്ന പോലെ തോന്നും. വീഡിയോയിൽ മനസ്സിലാവത്തില്ല, പക്ഷേ ആ ഒരു ഏരിയ ഗ്ലോ കിട്ടുന്ന പോലെ തോന്നും. അതുമല്ല, വീക്കിലി 1 to 3 times ട്രൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മതി. ഇവിടെ മാത്രമേ അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഫേസ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ഏരിയാസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് വീക്കിലി 2 സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.